ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ശോഭാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ ഉണ്ടാക്കുന്ന ദോശ. നല്ല മാർദ്ദവത്തോടു കൂടിയ, അതും കൂടുതൽ നേരം ഇരുന്നാൽ പോലും അതിൻ്റെ മൃദുത്വം നഷ്ടപ്പെടാതെയുള്ള ദോശ എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. പണ്ട് കാലങ്ങളിൽ ദോശമാവ് ഉണ്ടാക്കിയിരുന്നത് ആട്ടുകല്ലിൽ ആട്ടിയാണ്. അപ്പോൾ ആ ദോശയ്ക്കൊക്കെ എന്ത് രുചിയാണെന്നറിയാമോ? അതിൻ്റെ രുചിയൊന്നും നമ്മൾ ഇന്ന് മിക്സിയിലൊന്നും ഇട്ട് അരച്ചാലൊന്നും കിട്ടില്ല. അപ്പോൾ അതേ രുചിയിൽ ഈ മിക്സിയിലും നമുക്ക് ആ ടേസ്റ്റോടു കൂടി ഒരു ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. നമുക്ക് ഈ ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ ദോശയ്ക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരിയാണ്. നിങ്ങൾക്ക് ഏത് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊരു സാധാരണ പച്ചരിയാണ്, ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പച്ചരിയാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള പച്ചരി എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഒരു 4-5 വെള്ളമെങ്കിലും ഇത് കഴുകിയെങ്കിൽ മാത്രമേ ഇത് നന്നായി വെള്ളം ക്ലിയർ ആകുന്നത് വരെ കഴുകണം. എന്നിട്ട് അത് ഒരു 4-5 മണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കണം. ഇതോടൊപ്പം 1 കപ്പ് ഉഴുന്നും കൂടെ വേണം. അതൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇതൊരു 2 പ്രാവശ്യമെങ്കിലും കഴുകിയാൽ മതി. ഒരുപാടങ്ങ് കഴുകി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പശ വളരെ അത്യാവശ്യമാണ് നമ്മുടെ മാവ് പൊങ്ങി വരാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കണം. ഈ ഉഴുന്നെന്ന് പറയുന്നത് ഒരു 200 ഗ്രാമോളം ഉണ്ട്. അരി 250 ഗ്രാമുണ്ട്. ഞാൻ വെയിറ്റ് നമ്മൾ നോക്കുമ്പോൾ അത്രയുണ്ട്. ഇനി ഇത് നമുക്കത് കഴുകി സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ ഒരു കാര്യം കൂടെ, 1 മണിക്കൂർ നേരം, ഒരു 4 മണിക്കൂർ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ മാവ് അങ്ങ് ചൂടാകും. അപ്പോൾ അത്രത്തോളം അങ്ങ് പൊങ്ങി കിട്ടത്തൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. നമ്മൾ ഉഴുന്ന് കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ അല്പം വെള്ളം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉഴുന്നും അരയ്ക്കാം. ബാക്കി വരുന്ന വെള്ളം കൊണ്ട് നമ്മൾ കുതിർത്ത അരിയും അരച്ചെടുക്കാം. അരിയിലെ വെള്ളം നമ്മളങ്ങ് ഊറ്റിക്കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ അരച്ചെടുക്കുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വരും. ഈ അരിയും ഉഴുന്നും ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 5 മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുള്ളതാണ്. ഈ ഉഴുന്ന് കണ്ടില്ലേ, നന്നായിട്ട് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഒരു കാര്യം കൂടെ ഉണ്ട്, 4 മണിക്കൂർ ഞാൻ പുറത്ത് വെച്ച് കുതിർത്ത് വെച്ചു. അതിനുശേഷം 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താണ്. ഇനി ഇത് നമുക്ക് അരയ്ക്കാനായിട്ട് തുടങ്ങാം. ഈ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് ഇതും കൂടെ ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കണം. ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാം, അതിനുശേഷം അരിയും അരച്ചെടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉഴുന്നൊട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് അരിയും കൂടെ അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഈ ചോറ്, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചോറും കൂടെ ഇടണം. മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, തണുത്ത വെള്ളം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ചോറ് കൂടെ ഇതിലേക്ക് അങ്ങ് ഇടുക. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് ഉഴുന്ന് അരച്ച വെള്ളത്തിൻ്റെ ബാക്കിയാണേ. അരി അരയ്ക്കാനായിട്ട് അധികം വെള്ളം വേണ്ട. ഉഴുന്ന് അരയ്ക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വെള്ളം വേണ്ടിയത്. ഇപ്പോൾ ഈ അരി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അരി അരയ്ക്കുന്നതും നന്നായിട്ട് അരയണം. ഇത് കണ്ടില്ലേ, ഒരു തരി പോലും ഇല്ലാതെ കിട്ടണം. എന്നാലാണ് ദോശയ്ക്ക് നല്ല മയം കിട്ടുന്നത്. നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിക്കാം. ഇപ്പം നമ്മുടെ ഉഴുന്നും അരിയും ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കൈ കൊണ്ടങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം.
ഇപ്പം ഞാനിത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 8 മണിക്കൂറോ അല്ലെങ്കിൽ 10 മണിക്കൂറോ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്. നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ ദോശയുടെ മാവ് അരച്ച് വെച്ചിട്ട് 10 മണിക്കൂറായി. നിങ്ങളൊന്ന് നോക്കിക്കേ ഈ മാവ് എത്രത്തോളം പൊങ്ങി വന്നെന്ന്. നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ മാവ് പൊങ്ങി വന്നിരിക്കുന്നത്? നമുക്കിതിൻ്റെ അടപ്പങ്ങ് മാറ്റാം. ഇത് നോക്കിയേ, സോപ്പ് പോലെ പതഞ്ഞ് പൊങ്ങി വന്നിരിക്കുക. നമ്മൾ ഇന്നലെ ഉപ്പൊക്കെ ചേർത്തതുകൊണ്ട് ഇതിനി കലക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ തന്നെ കോരി അങ്ങ് ഒഴിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇതുപോലെ മാവ് പൊങ്ങി കിട്ടാനായിട്ട് നമ്മൾ പുതിയ ഉഴുന്ന് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ നമ്മൾ ഈ ഉഴുന്ന് കുതിർക്കാനിടുമ്പോൾ അല്പം ഉലുവയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മാവ് പൊങ്ങി കിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ചെയ്തല്ലോ, 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കുതിർത്തതിന് ശേഷം. അത് മാവ് ചൂടാവാതെ നല്ല രുചിയോടും നന്നായിട്ട് പൊങ്ങിക്കിട്ടാനും വളരെ നല്ലതാണ്. അങ്ങനെ തണുത്ത വെള്ളത്തിലല്ല അരയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരയ്ക്കുക എന്നുള്ളത്. ഇനി നമുക്ക് ദോശ ചൂടാനായിട്ട് തുടങ്ങാം. ഞാൻ സൗകര്യത്തിന് വേണ്ടി ഒരു ചെറിയ പാത്രത്തിലേക്ക് മാവ് കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ മാവ് നന്നായി നല്ല കട്ടി ആയതുകൊണ്ട് ഒരല്പം വെള്ളവും കൂടെ ചേർത്തൊന്ന് ലൂസാക്കിയതാണ് ഇതുപോലെ ഇരിക്കുന്ന മാവ്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഈ കല്ലിലേക്ക് അല്പം എണ്ണ തൂത്തതിന് ശേഷം ആ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു തുണിയിൽ വെള്ളം മുക്കിയിട്ട് തുടച്ചാലും മതി. ഇത് ഞാൻ എണ്ണയൊന്നും ചേർക്കാത്ത ദോശയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ദോശ അങ്ങ് തിരിച്ചിടാം. പിന്നെ ഈ ദോശയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് എത്ര നേരം ഇരുന്നാലും അതിങ്ങനെ റഫ് ആവത്തില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. പലപ്പോഴും നമുക്ക് ദോശ ഉണ്ടാക്കുമ്പം ഉണ്ടാകുന്ന പ്രോബ്ലംസാണ് ഒരുപാട്. എന്തെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോൾ കട്ടിയായി പോകുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര നേരം വേണേലും ഇരുന്നോളും. ഞാൻ നിങ്ങളെ ഇത് കാണിക്കാം എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇതിൽ ഞാൻ ഒട്ടും എണ്ണയൊന്നും ചേർത്തിട്ടില്ലല്ലോ. നോക്കിയേ എന്ത് സോഫ്റ്റാണെന്നറിയാമോ ഇത്. ഇനി നമുക്കൊരു പേപ്പർ ദോശ ഉണ്ടാക്കാം. വളരെ തിന്നായിട്ട് പരത്തി നമുക്കൊരു പേപ്പർ ദോശ ഉണ്ടാക്കാം. ഒരല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഓയിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചു കൊടുക്കുക. ഇത് കണ്ടില്ലേ പേപ്പർ ദോശ. ഇങ്ങനെ നമുക്ക് ഈ മാവ് കൊണ്ട് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പേപ്പറിൻ്റെ കനമേ ഉള്ളൂ ഇതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഈ ദോശ എത്ര സോഫ്റ്റ് ആണെന്നും എത്ര നേരം ഇരുന്നാലും അതിൻ്റെ മയത്തിന് ഒരു കുറവും ഉണ്ടാവത്തില്ലെന്നും ഒക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇതുപോലൊരു ദോശ നമ്മൾ എടുത്തത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ. അത് നല്ല പുതിയ ഉഴുന്ന് ഉപയോഗിക്കണം, അതുപോലെ തണുത്ത വെള്ളത്തിൽ അരയ്ക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ദോശ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അതും എണ്ണയൊന്നും ഒഴിക്കാതെ നമ്മൾ ഉണ്ടാക്കിയാലും എത്ര നേരം വേണേലും അത് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടത്തില്ല. ഇതുപോലെ നിങ്ങളെല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ എൻ്റെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പുതുതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴും കിട്ടത്തുള്ളൂ.
ഇനി ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.